മായി ഇടുക്കി മാങ്കുളം വിരിഞ്ഞപ്പാറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനവാസ മേഖലയിലേക്ക് കാട്ടാന പ്രവേശിക്കുന്ന വഴിയിൽ കിടങ്ങോ വൈദ്യുതി വേലിയോ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം വേണമെന്നും കർഷകരും ആവശ്യപ്പെടുന്നു. മാങ്കുളം പഞ്ചായത്തിലെ വിരിഞ്ഞപ്പാറ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് വ്യാപക നഷ്ടമാണ് വരുത്തിയത്. പാറയിൽ നിധിൻ പീറ്ററിന്റെ വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. കുറത്തിക്കുടി മേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ആനകളാണ് ഇവിടെ നഷ്ടം വരുത്തുന്നത്. ജനവാസ മേഖലയിലേക്ക് കാട്ടാന പ്രവേശിക്കുന്ന വഴിയിൽ കിടങ്ങോ വൈദ്യുതി വേലിയോ നിർമ്മിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ആന ശല്യം കാരണം വാഴകൃഷി മുഴുവനായിട്ട് നശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു 2 ദിവസം മുന്നേ വാഴ മുഴുവൻ ഒരു 250ഓളം വാഴകൾ ആന വന്ന് നശിപ്പിക്കുകയും എല്ലാം ചെയ്തിരിക്കുകയാണ്. ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട്. പ്രദേശത്തെ മറ്റ് കൃഷിയിടങ്ങളിലും കാട്ടാനകൾ നാശം വരുത്തി. കാട്ടാനശല്യം രൂക്ഷമായതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. വനം വകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മാങ്കുളം. വീണ്ടും ലോക്ഡൌൺ എത്തിയപ്പോൾ മറയൂർ ശർക്കര നിർമ്മാതാക്കളും പ്രതിസന്ധിയിൽ. രുചിയിലും ഗുണത്തിലും മുൻപന്തിയിലുള്ള മറയൂർ ശർക്കര വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായി വിറ്റഴിച്ചിരുന്നത്. വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതാണ് മറയൂർ ശർക്കരയുടെ വിപണി ഇടിയാൻ കാരണം. ഉൽപ്പാദിപ്പിച്ച ശർക്കര വിറ്റഴിക്കാൻ കഴിയാതെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. ഇതോടെ ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ തീർത്തും പ്രതിസന്ധിയിലായി. സീസണിൽ ഹെക്ടർ കണക്കിന് പ്രദേശത്താണ് കരിമ്പ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പാകമായ കരിമ്പ് പാടത്ത് നശിക്കുന്ന അവസ്ഥയാണ്. കച്ചവടക്കാരെടുക്കില്ല. കച്ചവടക്കാരെടുത്താലും നമുക്ക് നിസ്സാര വിലയ്ക്കൊക്കെ കച്ചവടക്കാരെടുക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഈ കർഷകന് തുല്യമായിട്ടുള്ളൊരു വില നമുക്ക് കിട്ടാനില്ല. ഇപ്പോഴത്തെ സാഹചര്യം മുതലാക്കി ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് ശർക്കര സംഭരിക്കുന്നതായും ആരോപണമുണ്ട്. സർക്കാർ ശർക്കര സംഭരിച്ച് വിപണനം നടത്തുകയാണെങ്കിൽ കർഷകർക്കും ഉപഭോക്താവിനും ഒരേ സമയം ഗുണം ചെയ്യുമെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് 18 മറയൂർ. തിരുവനന്തപുരം വാമനപുരം നദിയുടെ കൈവഴിയായ ശർക്കരയാറിൽ മാലിന്യം കുന്നുകൂടുന്നു. ദുർഗന്ധവും കൊതുകുശല്യവും കാരണം തീരത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വാമനപുരം നദിയുടെ കൈവഴിയായി പിരിഞ്ഞ് 10 കിലോമീറ്റർ ഒഴുകി കായലിൽ ചേരുന്ന നദിയാണ് ശർക്കരയാറ്. ഇതിന്റെ സുഗമമായ ഒഴുക്ക് നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. മാലിന്യം നിറഞ്ഞ് നിശ്ചലമായിരിക്കുകയാണ് ഈ നദി. തീരദേശത്തുള്ളവരും ജലദൗർലഭ്യമുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്നവരും നിത്യോപയോഗത്തിനുള്ള വെള്ളം ശേഖരിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. കോഴിയുടെ വേസ്റ്റുകളൊക്കെ എനിക്ക് എല്ലാവരും ആറ് വൃത്തിയാക്കണം. കുറെ വർഷം ആറ് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് നദിയിൽ പലയിടത്തായി കുളിക്കടവുകളും ഉണ്ടായിരുന്നു. നദിയുടെ വശത്തുള്ള മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞ് നദിയിലേക്ക് വീണതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞതുമാണ് നദിയുടെ സ്വാഭാവിക നീരൊഴുക്ക് നിലയ്ക്കാനിടയാക്കിയത്. ഇവിടെ നാട്ടം കൊണ്ട് കുട്ടിയടിയാണ്. അത് 1 സെന്റ് 2 സെന്റിലാണ് ആൾക്കാർ കിടക്കുന്നത്. അവർ എത്രയെന്ന് പറയും ആറ് വൃത്തിയാക്കാൻ നിൽക്കും. ഒരു കാലത്ത് ഇവിടെ പല സ്ഥലത്തു നിന്ന് ചെറിയ ആശുപത്രിയിൽ നിന്ന് വന്ന് കുളിക്കുന്ന തുണികളെല്ലാം ഉണക്കിയെടുത്തിന് പോയ ഒരു ആറാണിത്. ഇപ്പോൾ ആറ് ഈ രീതിയിലായി. മാംസാവശിഷ്ടങ്ങളും പച്ചക്കറി വേസ്റ്റുകളും നിറഞ്ഞ നദി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. നദിയുടെ സമീപത്ത് 100ഓളം കുടുംബങ്ങളാണുള്ളത്. ഇവരുടെ നിത്യജീവിതം തന്നെ ദുസ്സഹമായി കഴിഞ്ഞു. ഒരു 10-25-30 കുടുംബക്കാരുണ്ട് ഈ ഒരു പരിസരത്ത് അടുപ്പിച്ച്. എന്നാൽ പഞ്ചായത്തിന് അറിയാം, എന്നാലും പഞ്ചായത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കമ്മിറ്റി വിളിച്ച് കൂടിയിട്ടും അവർ പറഞ്ഞ് ഞങ്ങൾ വൃത്തിയാക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും അനങ്ങുന്നില്ല. കുട്ടികൾക്കും പ്രായമായവർക്കും ത്വക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. പഞ്ചായത്തിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നിരവധി തവണ വിവരങ്ങൾ ധരിപ്പിച്ചുവെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. തങ്ങി നിൽക്കുന്ന ഈ മരക്കമ്പുകൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജലം നല്ല രീതിയിൽ ഒഴിച്ചു പോകാൻ വേണ്ടിയുള്ള സംവിധാനം ഒഴുക്കണം, ആർക്കരെ ആറിനെ സംരക്ഷിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. സർക്കാരിന്റെ നദീ സംരക്ഷണ പദ്ധതികളിൽ ഏതിലെങ്കിലും ഉൾപ്പെടുത്തി ശർക്കര ആറിനെ സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ചിറയൻകീഴ്. കാർഷിക കേരളം. കോവിഡ് വ്യാപനം മൂലം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ പ്രാദേശിക വിപണി സജീവമാകുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് കർഷകർക്ക് നേട്ടമാകുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി വരവ് കുറഞ്ഞതിനാൽ ഏറെ ആശ്വാസത്തിലാണ് കർഷകർ. പാടശേഖരങ്ങളിലും പറമ്പുകളിലും നട്ട പച്ചക്കറി വിളകളെല്ലാം വിപണിയിൽ ചൂടപ്പം പോലെ വിറ്റഴിയുകയാണ്. ചെറുകിട പച്ചക്കറി കടകളിലും നാടൻ പച്ചക്കറി വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ
ഹോം ഡെലിവറി സംവിധാനവും ആവശ്യക്കാർക്കേറെ സഹായകമാകുന്നു. വേനൽക്കാല പച്ചക്കറികൾക്ക് ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ഇതെല്ലാവരും പ്രാവർത്തികമാക്കണം, അല്ലാതെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്കറിയില്ല. എല്ലാവരും ഉള്ള സ്ഥലത്ത് മട്ടുപാവ് കൃഷി ചെയ്യേണ്ടവർക്കാകാം, ഒരു 2-3 സെന്റ് സ്ഥലമേ ഉള്ളുവെങ്കിലും അവനവനാവശ്യമായ പച്ചക്കറികൾ നമുക്ക് വിളയിച്ചെടുക്കാവുന്നതാണ്. ജൈവരീതിയിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം ചെയ്ത് കച്ചവടം നടത്തുന്നവരും ഏറെയാണ്. മഹാമാരി മൂലം ഇതര സംസ്ഥാനങ്ങളിലെ പച്ചക്കറി വരവ് കുറഞ്ഞ അവസ്ഥയിൽ എല്ലാവരും സ്വന്തമായി കൃഷി ആരംഭിക്കുകയാണ്. ഇടവിട്ട് ലഭിച്ച വേനൽ മഴയും രോഗങ്ങളുടെ കുറവും വിളവ് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കൂടുതൽ പേർ കൃഷി ചെയ്യുന്നതോടെ പ്രാദേശിക വിപണി സജീവമാകും. ആവശ്യക്കാർക്കും ഇത് ആശ്വാസമാകും. ന്യൂസ് 18 ചങ്ങരംകുളം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ ഏലയ്ക്ക ലേലം തുടർച്ചയായി മുടങ്ങുന്നു. ഏലത്തിന്റെ വിലയിടിവിന് പിന്നാലെ ലേലവും മുടങ്ങുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മെയ് 1 അവസാനമായി ഏലയ്ക്ക ലേലം നടന്നത്. കഴിഞ്ഞ ആഴ്ച മുതൽ നടക്കേണ്ടിയിരുന്ന ലേലം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലേല ഏജൻസികൾ ഒഴിവാക്കുകയായിരുന്നു. കളക്ഷൻ ഡിപ്പോകൾ തുറക്കാൻ കഴിയാത്തതാണ് തുടർച്ചയായി ലേലങ്ങൾ മുടങ്ങാൻ കാരണം. 2.5 വർഷത്തിനു ശേഷം ഏലക്കായുടെ ശരാശരി വില 1000 രൂപയ്ക്ക് താഴെയെത്തിയതിന് പിന്നാലെ ലേലവും മുടങ്ങിയത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. ഒരാഴ്ചയായി ശരാശരി വില 850 രൂപയായി കുറഞ്ഞു. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാത്തവർ അന്യൻ്റെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയും ആ പാട്ടഭൂമിയിൽ കൃഷി ചെയ്തു വരുന്ന സാധാരണക്കാരായ കൃഷിക്കാർ പാട്ടത്തുകയും ഈ അമിതമായ കൂലിവർദ്ധനവും വളത്തിൻ്റെ വിലവർദ്ധനവും എല്ലാം കൂടി വരുമ്പോൾ ആത്മഹത്യയല്ലാതെ ഒരു മാർഗമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഏലകൃഷിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് 1 നടന്ന ലേലത്തിൽ 861 രൂപയായിരുന്നു വില. ആഴ്ചയിൽ 3 ദിവസം വീതം പുറ്റടിയിലും ബോഡിനായ്ക്കന്നൂരിലുമാണ് ലേലം നടക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത് ബോഡിനായ്ക്കന്നൂരിൽ മാത്രമാക്കി ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് വിവാദമായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് സ്ഥാപിച്ച ശാന്തിവനത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിന്റെ പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. തോട്ടം മേഖലയിലടക്കം മരണപ്പെടുന്നവരെ കുറഞ്ഞ ചെലവിൽ മറവ് ചെയ്യുന്നതിനാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ മുടക്കി ശാന്തിവനം എന്ന പേരിൽ പൊതുശ്മശാനം നിർമ്മിച്ചത്. മൂന്നാർ സൈലന്റ് വാലി റോഡിൽ നിർമ്മിച്ച ശ്മശാനത്തിന്റെ പ്രവർത്തന ചുമതല ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു. പ്രവർത്തന ചുമതല ഏറ്റെടുത്ത പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിച്ചെങ്കിലും മാസങ്ങൾ പിന്നിട്ടതോടെ ശാന്തിവനം പൂട്ടി. ഭരണസമിതി മാറിയതോടെ ജീവനക്കാരെ പിരിച്ചുവിടുകയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ വിമുഖത കാട്ടിയതുമാണ് പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ശാന്തിവനത്തിന്റെ പ്രവർത്തനം ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യം. ഇവിടെ ഒരു ക്രെമിറ്റോറിയം എന്ന് വെച്ചാൽ പൊതുശ്മശാനം ഉണ്ടായിരുന്നു ഗ്യാസിൻ്റെ, അത് കേടായി കിടന്നിട്ട് ഏതാണ്ട് 2 വർഷക്കാലമായി. ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും അത് ഒരു മെയിൻ്റനൻസ് പണി തീർക്കുവാനോ അതിനു വേണ്ട നടപടിയോ ഈ പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടില്ല. കാരണം ഇവിടെ 10,000 രൂപ മുടക്കിയാണ് ഇപ്പോൾ ബോഡികളെല്ലാം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ട ഒരു നടപടി പഞ്ചായത്ത് ഭരണസമിതി ഉടൻ തന്നെ എടുക്കണം. മൂന്നാർ പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് പൊതുശ്മശാനം പ്രവർത്തനരഹിതമാകാൻ കാരണമെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് മഹാമാരി കാലത്ത് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാകുകയാണ് കോഴിക്കോട് കൊടിയത്തൂർ പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ. ക്യാമ്പസിലെ മസ്ജിദാണ് ഗ്രാമപഞ്ചായത്തിലെ DCC-ആയി പ്രവർത്തിക്കാൻ വിട്ടു നൽകിയത്. കോവിഡ് ബാധിതരെ ചികിത്സിക്കാൻ ആരാധനാലയം വിട്ടു നൽകിയിരിക്കുകയാണ് കൊടിയത്തൂരിലെ ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ. ഭിന്നശേഷി കുട്ടികളുടെ കേന്ദ്രമായ പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിലെ പള്ളിയാണ് ഡൊമിസൽ കെയർ സെന്ററായത്. മസ്ജിദ് DCC-ആയി പ്രവർത്തിക്കാൻ വിട്ടു നൽകിയ നടപടി മാതൃകാപരമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത്. നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവരതിനെ സജ്ജമാക്കാൻ തയ്യാറാണെന്ന് പറയുകയും ഉടൻ തന്നെ ലവ് ഷോറിൻ്റെ കീഴിലുള്ള പള്ളിയാണ് നമുക്ക് വിട്ടുതന്നത്. ഇവിടെ 30ഓളം രോഗികൾക്ക് ആ ഹാളിൽ തന്നെ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വൃത്തിയായിട്ടുള്ള ബാത്റൂം, വളരെ സുന്ദരമായിട്ടുള്ള അന്തരീക്ഷം, നല്ല വൃത്തിയായിട്ടുള്ള ഹാള് എല്ലാം സജ്ജമായി തന്ന ഈ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നിലവിൽ 5 പേർ ഇവിടെ കഴിയുന്നുണ്ട്. 30 പേർക്കുള്ള സൗകര്യമുണ്ട്. റംസാൻ കാലഘട്ടത്തിൽ നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ലവ് ഷോർ ചെയർമാൻ UA മുനീർ. ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രമാണ്.
200-ലധികം മാനസിക ശാരീരിക വെല്ലുവിളികൾ ബാധിച്ച മക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു അഭയകേന്ദ്രമാണ് ലവ് ഷോർ. ഇന്നത്തെ കാലത്ത് സ്ഥാപനം അടച്ചു കിടക്കുന്നതിനാലും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആരാധനാലയമൊക്കെ പൂട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ഒരു പ്രവർത്തനത്തിന് തുറന്നു കൊടുക്കുക എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ഇങ്ങനെ മഹാമാരി കാലത്ത് കരുതലിന്റെയും സ്നേഹത്തിന്റെയും മുഖമാവുകയാണിവർ. ന്യൂസ് 18 കൊടിയത്തൂർ. ഹൈറേഞ്ചിലെ പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രം ശുചീകരിച്ച സേവാഭാരതി പ്രവർത്തകർ. നെടുങ്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഹൈറേഞ്ചിലെ ആദ്യകാല ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രം ജീർണാവസ്ഥയിലായിരുന്നു. പക്ഷേ ചുരുങ്ങിയ ജീവനക്കാരെ ഉപയോഗിച്ച് മികച്ച സേവനം നൽകാൻ ഈ ആശുപത്രി മുന്നിട്ട് നിന്നു. കോവിഡ് സാഹചര്യത്തിൽ ദിവസവും ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. ഇതോടെയാണ് വൃത്തിഹീനമായ ആശുപത്രി പരിസരം ശുചീകരിക്കാൻ സേവാഭാരതി പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. ആശുപത്രി പരിസരം വൃത്തിയാക്കി അണുനശീകരണവും നടത്തി. എല്ലാവരും ഒരുവിധം തളർന്നു കഴിഞ്ഞു. ജീവനക്കാർ പലരും അസുഖബാധിതരായി കഴിഞ്ഞു, അവരുടെ ബന്ധുക്കൾ അസുഖബാധിതരായി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ സേവനം ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം 3-ാം തവണയാണ് സേവാഭാരതി പ്രവർത്തകർ ആരോഗ്യ കേന്ദ്രം ശുചീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തനം നടത്താനും ലക്ഷ്യമിടുന്നുണ്ട്. പൊതുജനങ്ങളോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മുഴുവൻ അണുനശീകരണം നടത്തുന്നതിന് വേണ്ടി സേവാഭാരതി തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം കുളത്തോപ്പുഴയിലെ ഓയിൽ പാമ്പിൽ കോവിഡ് വ്യാപനം രൂക്ഷം. എസ്റ്റേറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയൻ രംഗത്തെത്തി. അടുത്ത ദിവസങ്ങളിലായി നിരവധി പേർക്കാണ് എസ്റ്റേറ്റിനുള്ളിൽ രോഗം ബാധിച്ചത്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ ഇടയിൽ രോഗം വ്യാപിച്ചതോടെ എസ്റ്റേറ്റ് ജീവനക്കാരും തൊഴിലാളികളും ആശങ്കയിലാണ്. ലയങ്ങളിൽ താമസിക്കുന്നവർക്കിടയിൽ രോഗവ്യാപനം ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അവധി കൊടുക്കാതെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് കൂട്ടം കൂടി ഇന്ന് ജോലി ചെയ്യുകയും ഒരുമിച്ച് ലയങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നവർ ഒരു ലാട്രിൻ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിൽ ഇന്ന് രോഗവ്യാപനം വളരെ കൂടുതലാണ്. കൊച്ചു കുട്ടികളടക്കം കൂട്ടമായാണ് ലയങ്ങളിൽ താമസിക്കുന്നത്. പ്രശ്നത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കുളത്തൂപ്പുഴ. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത ചികിത്സാ പദ്ധതിയുമായി ഭാരതീയ ചികിത്സാ വകുപ്പ് 3 വ്യത്യസ്ത പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇടുക്കി പാറേമാവ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. ഇടുക്കി പാറേമാവ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. വാഴത്തോപ്പ് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഭാരതീയ ചികിത്സാ വകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്ന അമൃതം, ഭേഷജം, പുനർജനി എന്നീ 3 പദ്ധതികളാണ് നടപ്പാക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്രിസ്റ്റി ജെ തുണ്ടിപ്പറമ്പലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജനവാസ മേഖലയായ ഗാന്ധിനഗർ കോളനിയിൽ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പരിശോധനകളും രോഗികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകി. പുനർജനിയിൽ തന്നെ നമുക്ക് ഇടുക്കി ജില്ലയിൽ ഏകദേശം 7000-ഓളം പേർക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അവരെ നമ്മൾ ഡെയിലി വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുകയും അവരുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട എക്സസൈസുകളും അതുപോലെ മാനസിക പിന്തുണകളും കൊടുക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഓൺലൈനിലായിട്ട് നമുക്ക് സൗജന്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന രീതിയിലുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അമൃതം പദ്ധതിയും രോഗം ബാധിച്ചവർക്കായി ഭേഷജം പദ്ധതിയും നടപ്പാക്കും. കോവിഡിന് ശേഷം ചികിത്സ ആവശ്യമുള്ളവർക്ക് പുനർജനി പദ്ധതിയാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്ത് അംഗം പ്രഭ തങ്കച്ചൻ, സന്നദ്ധ സേനാ കോർഡിനേറ്റർ അബ്ബാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് വീടുകളിലെത്തി പരിശോധനകളും ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയത്. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഡിവൈഎഫ്ഐയുടെ സ്നേഹവണ്ടി ഓടിത്തുടങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സ്നേഹവണ്ടി നിരത്തിലിറങ്ങിയത്. അടിയന്തര സഹായങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവണ്ടികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊടുപുഴ നഗരസഭ, മണക്കാട്, പുറപ്പുഴ, കരിങ്കുന്നം തുടങ്ങിയ പഞ്ചായത്തുകളിൽ സ്നേഹവണ്ടികളുടെ സേവനം ലഭ്യമാകും. കോവിഡ് മഹാമാരിയെ ചെറുക്കുവാൻ ഒപ്പം നിൽക്കുകയാണ് ലക്ഷ്യം. കോവിഡ് മരണം വന്ന് മരണപ്പെട്ടവരെ സംസ്കരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ, അവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ, അവരുടെ വീടുകളിൽ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ, അവർക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി വലിയ പ്രവർത്തനമാണ്, മാതൃകാപരമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
10 വാഹനങ്ങളാണ് 24 മണിക്കൂറും തൊടുപുഴയിലെ കോവിഡ് രോഗികൾക്ക് ആശ്രയമായി നിരത്തിലുണ്ടാവുക. അടിയന്തര സഹായങ്ങൾക്കൊപ്പം കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും പരിശോധന നടത്താനുള്ളവരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ളതാണ് സ്നേഹവണ്ടികൾ. ന്യൂസ് 18 തൊടുപുഴ. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിലമ്പൂർ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങും പ്ലാവും വാഴയുമെല്ലാം നശിപ്പിച്ചു. നിലമ്പൂർ ടൗണിന് അടുത്താണ് നാശമുണ്ടാക്കിയത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തുകൂടെ ആന കടന്നുപോകുന്നതിന്റെ ദൃശ്യമാണിത്. രാത്രി ജനവാസ കേന്ദ്രങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് ആനകളുടെ വിഹാരം. നിലമ്പൂർ അരുവാക്കോട് മേഖലയിൽ നിന്ന് 9 മണിയോടെയാണ് ആനകൾ മടങ്ങിയത്. മേഖലയിലെ കൃഷിയിടങ്ങളിലെ പ്ലാവ്, തെങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. 50 വർഷത്തിനിടയിൽ ആദ്യമായാണ് കാട്ടാനയുടെ ശല്യമെന്ന് അഡ്വക്കേറ്റ് PG മാത്യു പറഞ്ഞു. മാത്യുവിന്റെ പറമ്പിലെ കൂറ്റൻ പ്ലാവ് ചുവടോടെ കുത്തിമറിച്ചിട്ട നിലയിലാണ്. ഇപ്പോഴത്തെ നഷ്ടം ഞാനൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല, ഇനി വരാതിരുന്നാൽ മതി. പക്ഷേ ഇതിൽ രാത്രിയും പകലും വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എപ്പോഴാണ് ഇത് വരുന്നതെന്ന് നമുക്കറിയില്ല. സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ കാട്ടാനയെ കണ്ട് ഭീതി മാറാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. 10 മണിക്ക് വന്നിട്ട് ഇവിടെ ഈ റംബുട്ടാന്റെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത്. നിലമ്പൂർ അരുവാക്കോട് മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ തമ്പടിക്കുകയാണ്. ഒരൊറ്റയാനും ആനക്കൂട്ടവുമാണ് ഈ ഭാഗങ്ങളിൽ ഭീതി വിതയ്ക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് മാതൃശിശു ആശുപത്രിയിൽ ചൂടുവെള്ളത്തിന് പണം ഈടാക്കുന്നതായി പരാതി. ആശുപത്രി ക്യാന്റീനിൽ 1 ലിറ്റർ ചൂടുവെള്ളത്തിന് 10 രൂപ ഈടാക്കുന്നതായിട്ടാണ് പരാതി. പാലക്കാട് ജില്ലാ മാതൃശിശു ആശുപത്രിയിലെ ക്യാന്റീനിൽ നിന്നും ചൂടുവെള്ളം കിട്ടാൻ ലിറ്ററിന് 10 രൂപ വീതം ഈടാക്കുന്നതിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ആശുപത്രി അധികൃതരുടെ ഒത്താശയോടെയാണ് പണം ഈടാക്കുന്നത് എന്നാണ് ആരോപണം. ദിവസേന 100 കണക്കിന് ആളുകൾക്കാണ് ചൂടുവെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കുടിവെള്ളവും ചൂടുവെള്ളവും ലഭ്യമാക്കുന്നതിന് കിയോസ്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. വാട്ടർ കിയോസ്കുകൾ കാലങ്ങളായി ആശുപത്രിക്കകത്തുണ്ടെങ്കിലും ആ കിയോസ്കുകൾ പ്രവർത്തിപ്പിക്കാതെ സ്വകാര്യ ക്യാൻറ്റീൻ ഉടമയ്ക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന നടപടിയുമായാണ് ആശുപത്രി അധികാരികൾ മുന്നോട്ടു പോകുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഫണ്ടിൽ ലക്ഷങ്ങൾ ഉണ്ടായിട്ടും രോഗികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ ചൂടുവെള്ളത്തിനായി പണം വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. കഴിഞ്ഞ ദിവസം സൗജന്യ കോവിഡ് പരിശോധനയ്ക്ക് എത്തുന്നവരിൽ നിന്നും പണം ഈടാക്കിയത് വിവാദമായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. നെയ്യാറ്റിൻകരയിൽ കോവിഡ് സെന്റർ പ്രവർത്തനം തുടങ്ങി. നെയ്യാറ്റിൻകര നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേന്ദ്രം ക്രമീകരിച്ചിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നെയ്യാറ്റിൻകരയിൽ CFLTC പ്രവർത്തനം തുടങ്ങിയത്. 100 കിടക്കകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഡോക്ടർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ആംബുലൻസ് എന്നീ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രോഗികളുടെ ഭക്ഷണ ചുമതലയും കോവിഡ് സെന്ററിന്റെ ശുചിത്വവും നഗരസഭയുടെ മേൽനോട്ടത്തിൽ നടത്തും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ CFLT ആയിട്ട് മാറ്റുക.
അവിടെ 100 കിടക്കകൾക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്ഷണവും മറ്റ് എല്ലാ ക്രമീകരണങ്ങളും നെയ്യാറ്റിൻകര നഗരസഭ നൽകുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേന്ദ്രം ക്രമീകരിച്ചിട്ടുള്ളത്. നഗരസഭയിൽ സജ്ജീകരിച്ചിട്ടുള്ള വാർ റൂം കഴിഞ്ഞ ദിവസം പ്രവർത്തനം തുടങ്ങിയിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോവിഡ് ആശുപത്രിയാക്കി മാറ്റിയ മലപ്പുറം താനൂരിലെ ദയ ആശുപത്രി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ സന്ദർശിച്ചു. ആശുപത്രിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കുമെന്നും കളക്ടർ അറിയിച്ചു. നേരത്തെ CFLTC പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയായിരുന്നു ഇത്. കോവിഡ് ആശുപത്രിയാക്കാനുള്ള സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് കോവിഡ് ചികിത്സ തുടങ്ങാൻ തീരുമാനിച്ചത്. 250 ബെഡും 20 ICUവും 3 വെന്റിലേറ്റർ സൗകര്യവും ഇവിടെയുണ്ട്. 3 പുതിയ വെന്റിലേറ്റർ കൂടി എത്തിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. 20 ഡോക്ടർമാർ, 36 നഴ്സുമാർ, 5 ഫാർമസിസ്റ്റുകൾ, 3 ലാബ് ടെക്നീഷ്യന്മാർ, 25 ക്ലീനിംഗ് സ്റ്റാഫുകൾ, കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, സെക്യൂരിറ്റികൾ അടക്കമുള്ളവരെ നിയോഗിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർക്ക് ട്രെയിനിംഗ് നൽകുമെന്നും കളക്ടർ അറിയിച്ചു. നമ്മൾ ഒരു CFLTC ആയിട്ടോ അല്ലെങ്കിൽ CSLT സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആയിട്ട് രൂപീകരിക്കാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ വന്ന് ഫെസിലിറ്റി എല്ലാം ഡോക്ടർ ടീം അയച്ചു, എല്ലാം കംപ്ലീറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ആൾറെഡി നിലവിൽ ഉണ്ട്. പക്ഷേ ഇത് അനാവശ്യമായിട്ട് പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് എല്ലാ സൗകര്യങ്ങളും പാർക്കിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ഇത് ഒരു കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റാൻ നമ്മൾ ജില്ലാ ഭരണകൂടവും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ആർഡറും അതനുസരിച്ച് എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞു. നേരത്തെ ഗുരുതര രോഗമുള്ളവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. താനൂർ ദയ ആശുപത്രി പൂർണ്ണമായും കോവിഡ് ആശുപത്രിയാകുന്നതോടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് 18 തിരൂർ. കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാസേന. ഹൃദയപൂർവ്വം എന്ന പേരിലാണ് ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കമായത്. കോവിഡ് പ്രതിസന്ധിയിൽ മലയോര ജനതയെ ചേർത്തുപിടിക്കുകയാണ് മുക്കം അഗ്നിരക്ഷാസേന. ഫയർ റെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്നാണ് ഹൃദയപൂർവ്വം പദ്ധതി നടപ്പാക്കുന്നത്. മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ പഞ്ചായത്തുകളിലും ഭക്ഷണ വിതരണം നടത്തുകയാണ് ലക്ഷ്യം. ലോക്ഡൌൺ അവസാനിക്കും വരെ ഈ പദ്ധതി തുടരുമെന്ന് സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചു. ആദ്യം ഞങ്ങൾ കുറച്ച് 10-20 ആളുകളായിരുന്നു. ഇന്നലെ 35 ആളുകളായിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആദ്യം സ്വന്തമായി ജനകീയ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ സിവിൽ ഡിഫൻസ് ഞങ്ങൾ പല മേഖലകളിലും ഞങ്ങളുടെ സ്റ്റേഷൻ്റെ 10 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അതുപോലെ മലപ്പുറം ജില്ലയിൽ 2 പഞ്ചായത്തും അവിടെ ഞങ്ങളുടെ ആളുകളുണ്ട്. അവിടെ പലരും അന്വേഷിച്ചിറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് വലിയൊരു വിഷമമായി കാണുന്നത്. എല്ലാവരും റോഡിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ട് അവരെ സ്ഥിതി പറ്റ ദയനീയമായി കണ്ടപ്പോൾ സിവിൽ ഡിഫൻസ് മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇന്ന് 200 ആൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട്. അതിന് ആരാവശ്യപ്പെട്ടാലും കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഈ കൗൺസിലിംഗ് ചെയ്യാൻ ഞങ്ങൾ ജീവനക്കാർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ചെയ്യാറാണ്. അതുണ്ട്. അതുപോലെ വാഹനം ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവശ്യ സർവീസുകൾക്കായി പ്രത്യേക ഹെൽപ്പ് ലൈൻ കൗണ്ടറുകളും പ്രവർത്തിക്കുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവശ്യ വസ്തുക്കൾ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ വീടുകളിൽ എത്തിച്ചു നൽകും. ക്വാറന്റൈനിൽ കഴിയുന്ന മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി പ്രത്യേക ടെലി കൗൺസിലിംഗ് പരിപാടിക്കും തുടക്കമിട്ടിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഞങ്ങളുണ്ട് ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ അടിയന്തര സഹായങ്ങൾക്കായി 15 സ്നേഹവണ്ടികളാണ് ഒരുക്കിയിരിക്കുന്നത്. അടിയന്തര സഹായങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവണ്ടികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊടുപുഴ നഗരസഭ, മണക്കാട്, പുറപ്പുഴ, കരിങ്കുന്നം തുടങ്ങിയ പഞ്ചായത്തുകളിൽ സ്നേഹവണ്ടികളുടെ സേവനം ലഭ്യമാകും. കോവിഡ് മഹാമാരിയെ ചെറുക്കുവാൻ ഒപ്പം നിൽക്കുകയാണ് ലക്ഷ്യം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളിലും ഇത്തരത്തിൽ പ്രതിരോധ സേനകൾ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഉൾപ്പെടെ എത്തിക്കുവാനും ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് സഹായം എത്തിക്കുവാനും എല്ലാം ആദ്യഘട്ടം തീരുമാനിച്ചിരുന്നു. 10 വാഹനങ്ങളാണ് 24 മണിക്കൂറും തൊടുപുഴയിലെ കോവിഡ് രോഗികൾക്ക് ആശ്രയമായി നിരത്തിലുണ്ടാവുക. അടിയന്തര സഹായങ്ങൾക്കൊപ്പം കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും പരിശോധന നടത്താനുള്ളവരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ളതാണ് സ്നേഹവണ്ടികൾ. ന്യൂസ് 18 തൊടുപുഴ. പെരുന്നാളിന് കോഴി വാങ്ങാനിറങ്ങിയാൽ പോലീസ് പിടിക്കുമെന്ന പേടി വേണ്ട. ഫോണിൽ വിളിച്ച് ഓർഡർ നൽകിയാൽ മതി, കോഴി വീട്ടിലെത്തും. സർവീസ് ചാർജില്ല. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിൽ മാത്രമാണ് ഈ സേവനം. ഈ ദിവസങ്ങളിൽ ലോക്ഡൌൺ ലംഘിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവർക്കെല്ലാം പിടികൂടിയാൽ പോലീസിനോട് പറയാനുള്ള കാരണമാണ് പെരുന്നാളിന് ചിക്കൻ വാങ്ങിക്കൽ. എന്നാൽ കോഴി വാങ്ങാൻ വണ്ടൂരുകാർ റോഡിലേക്ക് ഇറങ്ങണ്ട. പകരം
9495914879 എന്ന നമ്പറിൽ വിളിച്ചറിയിച്ചാൽ മതി. പെരുന്നാൾ ബിരിയാണിക്കുള്ള കോഴി വീട്ടിലെത്തും. സർവീസ് ചാർജ് വേണ്ട, കോഴിവില മാത്രം കൊടുത്താൽ മതി. വണ്ടൂരിലെ ബിസ്മി ചിക്കൻ സ്റ്റാൾ ഉടമ കെ അഫ്സലാണ് ഈ വേറിട്ട ഹോം ഡെലിവറിക്ക് പിന്നിൽ. പെരുന്നാൾ പ്രമാണിച്ച് കോഴി വീട്ടിൽ കൊറോണ കാരണം കോഴി വാങ്ങാൻ അങ്ങാടിക്ക് ആൾ വരാത്ത കാരണത്താൽ കോഴി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ഡെലിവറി ഫ്രീ ആയിരിക്കും. പഞ്ചായത്ത് എവിടെ ഉണ്ടെങ്കിലും അവിടേക്കാണ് എത്തിക്കുന്നതാണ്. നിലവിൽ 106 രൂപയാണ് 1 കിലോ കോഴിയുടെ വില. ഇറച്ചി 170. വണ്ടൂർ പഞ്ചായത്ത് പരിധിയിലാണ് സേവനം ലഭിക്കുക. കോവിഡ് കാലം വീട്ടിലിരുന്ന് സുരക്ഷിതമായി ആഘോഷിക്കാം. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനം പൂർത്തിയാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.